എനിക്ക് ഓർമ്മയായ കാലം മുതൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കേരളം കടക്കണിയിലാണ്. ഇന്ന് തീരും നാളെ തീരുമെന്ന് ഇങ്ങനെ വിചാരിച്ച് എത്ര വർഷങ്ങൾ 1980 മുതൽ തുടങ്ങിയതാണ് കേരളം കടക്കണിയിൽ. ഇതൊരിക്കലും തീരാത്ത ഒരു കെണിയാണോ? ഈ കെണിയിലേക്ക് നമ്മൾ നടന്ന് ദൂരത്തടിച്ച് ചെന്നതല്ലേ. അവനവൻ ചെയ്യുന്ന ഈ സ്വയംകൃതാനർത്ഥം എന്ന് പറയുന്ന വാചകം പോലെ ചെയ്യുന്നതിന്റെ ഫലം അനുഭവിച്ചേ തീരുള്ളൂ. മലയാളികൾ വോട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് നോക്കിയിരുന്നത്? രാഷ്ട്രീയം തലക്ക് പിടിച്ച് രാഷ്ട്രീയ തിമിരം ബാധിച്ചാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സാമ്പത്തിക സ്ഥിതിയെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഗവൺമെന്റ് ആണോ, ധനകാര്യമന്ത്രിയാണോ, അതിനുള്ള വൈദഗ്ധ്യം അവർക്കുണ്ടോ, ഇതൊന്നും നോക്കിക്കൊണ്ടല്ല മലയാളി വോട്ട് ചെയ്യുന്നത്. അങ്ങനെ വോട്ട് ചെയ്യുന്ന മലയാളിക്ക് തിരിച്ചു കിട്ടുന്നത് എന്താണ്? മിസ്മാനേജ്മെന്റ്. അതായത് ധനകാര്യ മിസ്മാനേജ്മെന്റിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. 4.8 ട്രില്യൺ ഒരു സംസ്ഥാനത്തിന്റെ പൊതു കടമാണെന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം തന്നെ ആലോചിച്ച് നോക്കൂ. അതിന് മുൻപ് 1.5 ലക്ഷം കോടിയായിരുന്നല്ലോ. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന ഇത്രയും വലിയ തുക കൊണ്ട് കേരളത്തിൽ വിസിബിളായി എന്ത് കാര്യം ചെയ്തിട്ടുണ്ട്? നമുക്ക് ഇപ്പൊ ഈ ഗവൺമെന്റിന്റെ പ്രതിനിധികളായിട്ട് ചാനൽ ചർച്ചകളിൽ വരുന്നവരോട് ചോദിക്കും, നിങ്ങളുടെ ഒരു പദ്ധതി പറ എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഒരു പൊതുവാചകം എന്താണെന്നറിയോ? റോഡുകൾ നന്നാക്കി, പാലങ്ങൾ വന്നു. അതിനൊന്നും ഈ പറയുന്ന ഇത്രയും ഭീമമായ സംഖ്യ തന്നെയല്ലല്ലോ. പാലങ്ങൾക്കും റോഡുകൾക്കും ഉള്ള ഫണ്ട് എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ദേശീയപാതകൾ നന്നാക്കി ഇവർ അവകാശവാദങ്ങൾ ആരാ ഇതിൻ്റെ ഫണ്ട് കൊടുക്കുന്നത്? കേന്ദ്രമാണ്. ഇന്ത്യയിൽ ഉടനീളം വിമാനങ്ങൾക്ക് വന്ന് ലാൻഡ് ചെയ്യാവുന്ന തരത്തിലുള്ള സൗകര്യത്തിലുള്ള വിമാനങ്ങൾ കേന്ദ്രത്തിൻ്റെ പദ്ധതികളാണത്. കേന്ദ്രം നടപ്പാക്കുന്ന പദ്ധതികളാണത്. അത് ഉപരിതല ഗതാഗത മന്ത്രിയായിട്ട് നിതിൻ ഗഡ്കരി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഇവിടെ രാഷ്ട്രീയമില്ല, വികസനം മാത്രമേ ഉള്ളൂ. പ്രതിപക്ഷ സംസ്ഥാനം എന്നത് എൻ്റെ ഒരു സമീപനത്തിലില്ല. നിങ്ങൾ പ്രോജക്റ്റ് തയ്യാറാക്കൂ, പണം എത്ര വേണമെങ്കിലും തരാമെന്നാണ് പറഞ്ഞത്. ആ തയ്യാറാക്കിയ പ്രോജക്റ്റ് അനുസരിച്ച് കേന്ദ്രം ഇവിടെ റോഡ് ഇടുമ്പോൾ ഫ്ലെക്സ് വെക്കുക എന്ന ഒരു വലിയ പരിപാടിയാണ് സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാനുള്ളത്. അപ്പൊ ചോദ്യം ഇതാണ്, പണം എങ്ങോട്ട് ഒലിച്ചുപോയി? ഈ കടമെടുത്ത പണമെല്ലാം എങ്ങോട്ട് പോയി? ഇത് പോരാഞ്ഞിട്ട് കിഫ്ബി എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കി. അതാണ് മാഷിനോട് എനിക്ക് ചോദിക്കാനുള്ള സംശയം. അപ്പൊ ഈ കടം ഇങ്ങനെ എടുക്കാനൊരു സൗകര്യത്തിന് വേണ്ടി തോമസ് ഐസക് എന്ന് പറയുന്ന കുശാഗ്ര ബുദ്ധി, സാമ്പത്തിക വിദഗ്ധനുമാണ് അദ്ദേഹം, സാമ്പത്തിക ശാസ്ത്രജ്ഞനും. അദ്ദേഹം കണ്ടുവരിച്ച ഒരു പരിപാടിയാണ് കിഫ്ബി. ഇപ്പോ ഓഡിറ്റർ ആൻഡ് കൺട്രോളർ ജനറൽ പറയുന്ന കാര്യം, ഇക്കാര്യത്തിൽ ഒരു വലിയ ഓഡിറ്റിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഈ ഓഡിറ്റ് ഇല്ലാത്ത ഒന്നാണ് കിഫ്ബി. അപ്പോൾ ഓഡിറ്റ് ഇല്ലാത്ത ഒന്ന് വെച്ചുകൊണ്ട് കടം കൂടുതലെടുക്കാനുള്ള ഒരു കൗശലമായിരുന്നു കിഫ്ബി എന്നുള്ളത്. അപ്പോൾ ഇത് അക്കൗണ്ടബിൾ ആവണ്ടേ? കാരണം കേരളം കടം കൂട്ടിക്കഴിഞ്ഞാൽ ഇത് അനുഭവിക്കേണ്ടി വരുന്നത് അടുത്ത് വരുന്ന സർക്കാരുകളാവാം, അല്ലെങ്കിൽ അവർക്കും പറ്റിയില്ലെങ്കിൽ കേന്ദ്രമാകാം. അപ്പോൾ കേന്ദ്രത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ 6000 കോടി രൂപയുടെ പരിധി ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അക്കാര്യത്തിൽ വീഴ്ച കേന്ദ്രത്തിൻ്റെയാണോ സംസ്ഥാനത്തിൻ്റെയാണോ? എവിടെയാണ് ഫോൾട്ട് ലൈൻ? യാതൊരു സംശയവുമില്ല. സംസ്ഥാനം പല പദ്ധതികളും ഇവിടെ നടപ്പാക്കാനായിട്ട് കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങിക്കും, കണക്ക് കൊടുക്കുകയില്ല. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കിഫ്ബി പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ രൂപീകരിച്ചിട്ട് അത് ഗവൺമെന്റ് രൂപീകരിക്കുന്നതാണ്, പേര് അവരാ ഇടുന്നത്. എന്നിട്ട് അതൊരു വേറെ സ്ഥാപനം പോലെ അവതരിപ്പിച്ചിട്ട് അവരോട് കടം വാങ്ങിക്കുകയാണ്. എന്തിനിങ്ങനെ വളഞ്ഞു മൂക്കിൽ പിടിക്കണം? നിങ്ങൾക്ക് നേരിട്ട് വാങ്ങിച്ചുകൂടെ? ഇവിടെ ധാരാളം ധനകാര്യ സ്ഥാപനങ്ങളുണ്ടല്ലോ, ട്രാൻസ്പെറന്റ്, LIC പോലുള്ള വാങ്ങിക്കാമല്ലോ, അല്ലെങ്കിൽ ബാങ്കുകളുണ്ടല്ലോ, ബാങ്കുകളുടെ കൺസോർഷ്യം ഉണ്ടല്ലോ. ഇവരോടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അക്കൗണ്ടിങ് ആരാണ്? ആ ബാങ്കുകൾക്ക് നേരിട്ട് ഗവൺമെന്റുമായിട്ട് ആക്സസ് ഉണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സംവിധാനം ഇവരുടെ നിയന്ത്രണത്തിലുള്ളതായതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്, സെൻട്രൽ ഗവൺമെന്റിനോ ധനകാര്യ മന്ത്രാലയത്തിനോ റിസർവ് ബാങ്കിനോ ഒന്നും ആക്സസ് ഇല്ല. അങ്ങനെ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ കടത്തിന്റെ കണക്കിൽ വരികയില്ല എന്ന് ഇവർ പ്രഖ്യാപിച്ചാൽ റിസർവ് ബാങ്ക് പിന്നെ എന്തിനാണുള്ളത്? ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനം മാത്രമാണ്, ഒരു സ്വതന്ത്ര രാഷ്ട്രമല്ലത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർക്ക് വഴിവിട്ട്, അതായത് അക്കൗണ്ടബിൾ അല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മളുടെ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഓഡിറ്റിങ്ങിന് വിധേയമാകാത്ത രീതിയിൽ ചിലവഴിക്കാൻ വേണ്ടിയാണ്. ആ ചിലവ് സംസ്ഥാനത്തിന്റെ ഗുണത്തിന് വേണ്ടിയാണോ എന്നതാണ് ചോദ്യം. അങ്ങനെ ഗുണകരമായതൊന്നും നമ്മൾ കണ്ടില്ല. ഊരാളുങ്കൽ സൊസൈറ്റിയെ പോലുള്ള സൊസൈറ്റികളെ സമ്പുഷ്ടമാക്കുക. ഈ പണം എങ്ങോട്ട് പോകും? ഊരാളുങ്കൽ എന്ന് പറയുന്നത് നമുക്കറിയാം, അതിന്റെ അവസാനം ചെന്ന് നിൽക്കുന്നത് CPM-ന്റെ നേതാക്കന്മാരും അവരുടെ ഒരു വലിയൊരു യൂണിറ്റിയുമാണ്. അവിടേക്കല്ലേ ഈ പണമെല്ലാം അവരുടെ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ. കിഫ്ബി അതുപോലെ തന്നെ. അതെ. ഇവിടെ ഞാനൊന്നും ചെയ്യും, നമുക്കെല്ലാം അറിയാവുന്ന കാര്യം, നമ്മുടെ ധനശാസ്ത്രജ്ഞന്മാരെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ 65%-ലധികം ഉദ്യോഗസ്ഥന്മാർക്ക്, കേവലം 5% വരുന്ന നമ്മുടെ ഉദ്യോഗസ്ഥ
ബ്യൂറോക്രാറ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 5% മാത്രം ആണ് ഉപയോഗിക്കുന്നത്. കാരണം 5% വരുന്ന ആൾക്കാർക്ക് 65% ഉപയോഗിക്കുന്നു. ഇപ്പം എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ നമ്മുടെ ഫണ്ടുകളിൽ നിന്ന് പദ്ധതി വിഹിതങ്ങൾ വെട്ടിക്കുറയ്ക്കുക. അതേസമയം വിഭവ സമാഹരണം എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കുന്നതേയില്ല. കിട്ടാവുന്ന വിഭവങ്ങളെല്ലാം സമാഹരിക്കുന്നതിന് നയപരമായിട്ട് ഈ ഗവൺമെൻറ് എതിരാണ്. അതല്ലേ ഈ പ്രതിസന്ധി ഒരിക്കലും നമ്മുടെ തലയിൽ നിന്ന് പോകാതെ. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നമ്മൾ ഓരോരുത്തരും 3 ലക്ഷം രൂപയുടെ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ കൂടിക്കാണും. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കടക്കാരാണ്, കടക്കണിയിലാണ് കേരളത്തിലെ ഓരോ പൗരനും. ഇതാണ് സ്ഥിതി. ഈ സാമ്പത്തിക ധൂർത്ത്, അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരെ സുഖിപ്പിക്കുക എന്നുള്ള നയം, അതുതന്നെയല്ലേ ഇതിൻ്റെ ആണിക്കല്ലായിട്ട് വർത്തിക്കുന്നത്. അതുപോലെ വിഭവ സമാഹരണത്തിൻ്റെ കാര്യത്തിൽ തന്നെ പിരിഞ്ഞു കിട്ടാനുള്ള പല നികുതികളും ഇതുവരെ പിരിഞ്ഞു കിട്ടാതിരിക്കുക. അപ്പോൾ ഈ ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷകളോട് വന്ന KN ബാലഗോപാൽ ഒരു വൻ തോൽവിയാണെന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നതല്ലേ. അദ്ദേഹം ഈ കേന്ദ്രവിരുദ്ധ മുദ്രാവാക്യങ്ങൾ പറയുക, അതുപോലെ തന്നെ പത്രക്കാരോട് പറയാം നിങ്ങൾ എഴുതണം. അങ്ങനെയല്ല ഒരു ധനമന്ത്രി കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട. പത്രങ്ങൾ എഴുതുന്നത് കൊണ്ടല്ല ഒരു സംസ്ഥാനത്തിന് ആനുകൂല്യങ്ങൾ. ശരിയായിട്ടുള്ള കണക്കുകൾ ബോധിപ്പിച്ച് പണം വാങ്ങണം. അത് പലപ്പോഴും കഴിയുന്നില്ല. കാരണം ആ പണത്തിൻ്റെ എല്ലാം ദുർവിനിയോഗങ്ങളുണ്ട്. ഇതല്ലേ യഥാർത്ഥ പ്രശ്നം. സാർ, അത് ശരിയാണ്. കേരളത്തിൽ ലാസ്റ്റ് 2011 കന്യാകുമാരിയിൽ 3,51,00,000 ജനങ്ങളാണുള്ളത്. നമ്മൾ GDPയുടെ റാങ്കിങ്ങിൽ 11ാമതാണ് നിൽക്കുന്നത്. അതായത് ഇന്ത്യയിൽ 11ാമത്തെ സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ചെറിയൊരു സ്റ്റേറ്റാണ്. ഈ സ്റ്റേറ്റിൽ വ്യവസായങ്ങളൊന്നുമില്ല. വ്യവസായങ്ങളെല്ലാം നമ്മൾ കൊടികുത്തിച്ച് കളഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. വ്യവസായങ്ങൾ ഇല്ല എന്നതാണല്ലോ ഇപ്പോഴത്തെ വസ്തുത. നമ്മൾക്കുള്ള വ്യവസായം തന്നെ ജനങ്ങളെ കൂടുതൽ പാപ്പരാക്കുന്ന രീതിയിലുള്ള വരുമാന സ്രോതസ്സുകളാണ്. ഉദാഹരണത്തിന് മദ്യ വ്യവസായമുണ്ട് സർക്കാരിന്റെ മേഖലയിൽ. അതാണല്ലോ ബ്യൂറേസും പറഞ്ഞ് ജനങ്ങളെ വഴിയാധാരമാക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെയുള്ളത് എന്താണ്? ലോട്ടറിയാണ്. അതിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ലോട്ടറി ടിക്കറ്റ് പോലെ ഒരു വിവാദമാക്കിയിട്ടുണ്ട്. അതായത് അടിമുടി രാഷ്ട്രീയം കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളിലെയും മുന്നോട്ട് കൊണ്ടുപോകുക. ധനകാര്യ വിദഗ്ധൻ എന്ന് സാറ് പറഞ്ഞല്ലോ. എന്ത് യോഗ്യതയാണ് ബാലഗോപാലിനുള്ളത്? ബാലഗോപാലിന് ധനകാര്യത്തിന്റെ ABCD അറിയാവുന്നതായിട്ട് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു സംസാരത്തിൽ മാത്രമേ അറിയൂ. വെറും രാഷ്ട്രീയമാണ്. ഈ MM മണിയെ പോലെ ഒരാളെയും ഇവിടെ വൈദ്യുതിയുടെ മന്ത്രിയാക്കി വെച്ചു. യോഗ്യത എന്താണ്? പാർട്ടിക്കാരനാണ്. അതേപോലെ തന്നെ കേരളം അനുഭവിച്ചു. അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥന് ഔദ്യോഗിക വാഹനം അനുവദിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാനും ഒക്കെ ആയിട്ട് ഏതാണ്ട് 75 ലക്ഷം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സബ്ജക്റ്റ് കറക്ഷൻ, 75 ലക്ഷം രൂപ അധികമായിട്ട് ബോർഡിന് ഈ വാഹന കാര്യത്തിൽ മാത്രം അധിക ബാധ്യത വരുത്തി. ആ വാഹനത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വേഗം ഓടി വരുന്ന മറ്റൊരു സാധനമുണ്ട്. ബാലൻ എന്നാണ് എനിക്ക് തോന്നുന്നത് മന്ത്രിയുടെ പേര്. അദ്ദേഹം പറഞ്ഞു, ഈ ബസ് കാണാൻ, 1 കോടിയുടെ ഈ ബെൻസ് ബസ് കാണാൻ, ഇനി കേരള മുഖ്യമന്ത്രിയും മന്ത്രിമാര് സഞ്ചരിച്ച ഈ ബസ് കാണാൻ ഇനി ടൂറിസത്തിലേക്ക് ആൾക്കാർ വരും. ഇത് വലിയൊരു അസറ്റാണെന്ന് പറഞ്ഞു. അത് എവിടെ ഇവിടുന്ന് തുരുമ്പ് പിടിക്കുക ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ ധൂർത്തടിക്കുക എന്ന് പറയുന്നത് മഹാകാര്യമാണ്. ഗവൺമെന്റിന്റെ മേനി പറച്ചിലും മേനി നടിക്കലുമല്ല വികസനം. വികസനം എന്ന് പറയാൻ ജനങ്ങളിലേക്ക് നിത്യദിന ചെലവുകളിലേക്ക് അവന്റെ കയ്യിലേക്ക് പണം ഒഴുകിയെത്തണം. അവന് നോക്കുമ്പോൾ വിദേശത്ത് പോയി തെണ്ടുന്നതിന് വരെ ഇവിടെ തന്നെ ജോലി ഉണ്ടാകണം, വ്യവസായങ്ങൾ ഉണ്ടാകണം. അതാണ് ഈ ഗവൺമെന്റ് വരുത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം. വ്യവസായ വിമുക്തമാക്കി കേരളത്തെ മാറ്റി, വ്യവസായങ്ങളുടെ ശ്മശാന ഭൂമിയായിട്ട് കേരളത്തെ മാറ്റി. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അന്ന് ചെയ്ത ആ പാതകത്തിന്റെ ഫലമാണ് അവരുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളും അതിൻ്റെ ഫലം അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് താനും. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.